ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. കേരള രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്തപ്പെടാനാകാത്ത കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് ശ്രീ പി സി ജോർജ്. അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് ഞങ്ങൾ ഇന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ചാനൽ 91 ന്യൂസ്. കാരണം രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന മനുഷ്യർ രാഷ്ട്രീയക്കാരാണ്. നമ്മുടെ പ്രധാനമന്ത്രി പോലും വെറും 4 മണിക്കൂറാണ് ഉറങ്ങുന്നതെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ എത്രത്തോളം എഫേർട്ട് ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊതുപ്രവർത്തകൻ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒന്ന്. 2, ഈ നാടിൻ്റെ വികസനം, ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും മുന്നോട്ടുള്ള പ്രയാണത്തിനും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. അവർ വഹിക്കുന്ന ത്യാഗം, അവരുടെ കഷ്ടപ്പാട്, അവരുടെ പ്രതിസന്ധികൾ, അങ്ങനെ തുടങ്ങി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഓരോ ദിവസവും നേരിടുന്ന പ്രതിസന്ധികളും മാനസിക സംഘർഷങ്ങളും വളരെ വലുതാണ്. നമ്മളാരും അത് ചിന്തിക്കാറില്ല. രാവിലെ ഉണർന്നാൽ 100 കണക്കിന് ആളുകൾ പടിവാതുക്കൽ വന്ന് നിൽക്കുന്ന കാഴ്ച, വരുന്നവരൊക്കെ ആവലാതികളും ദുഃഖങ്ങളും പരിഭവങ്ങളും പറയാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്ന, അതെല്ലാം കേൾക്കാൻ വിധിക്കപ്പെട്ട ഇവിടുത്തെ വലിയൊരു സമൂഹം രാഷ്ട്രീയ പ്രവർത്തകരെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുള്ളപ്പോഴും അവരുടെ യാതനകളും അവരുടെ പ്രയാസങ്ങളും ഒട്ടേറെയാണ്. അവർക്ക് പറയാനുണ്ട് സങ്കടങ്ങൾ, അവർക്ക് നമ്മളോട് പലതും പറയാനുണ്ട്. അവർ കടന്നു വന്ന വഴികൾ, സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്ന എതിർപ്പുകൾ, ഉണ്ടാകുന്ന ഗ്രൂപ്പുകൾ, ചവിട്ടിമെതിക്കൽ എന്ന് വേണ്ട, പിടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി അവർ ഓരോ ദിനങ്ങളിലും അനുഭവിക്കുന്ന സംഘർഷഭരിതമായ ജീവിതം. എല്ലാ രാഷ്ട്രീയക്കാരുടെയും ജീവിതം അതാണ്. അതിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പരാധീനതകൾ, കുടുംബത്ത് വന്ന് ഒരാഘോഷത്തിന് പോലും പങ്കെടുക്കാൻ സമയം കിട്ടാത്ത രാഷ്ട്രീയ നേതാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? അവരിലേക്കാണ് ചാനൽ 91 ഇറങ്ങിച്ചെല്ലുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം കേരളത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ നേതാവെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം. അത്തരം കരുത്തനായ ഒരു നേതാവ്, വളരെ നിഷ്കളങ്കനായ ഒരു നേതാവ്, എന്ത് വ്യക്തിത്വം പറയുന്ന പച്ചയായ ഒരു മനുഷ്യൻ ശ്രീ പി സി ജോർജ്. അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. ഒരു കാര്യം ചോദിച്ചോട്ടെ, എത്ര വയസ്സുണ്ട്? വളരെ രഹസ്യമാണ്, രാഷ്ട്രീയക്കാരൻ പ്രായം പറയാനാ. പെണ്ണുങ്ങൾ വർത്താനം, പെണ്ണുങ്ങളെന്ന് പറയാൻ പോലെ സ്ത്രീകൾ, അതെ, സ്ത്രീകളുടെ പ്രായം ചോദിക്കുന്നു, രാഷ്ട്രീയക്കാരുടെ പ്രായം ചോദിക്കാൻ പാടില്ല. എൻ്റെ മനസ്സ് ഒരു 20 വയസ്സില്ല, ഒരു സംശയം. ഫൈൻ കേട്ടോ. നല്ല നമ്മളെക്കാട്ടിലൊക്കെ ഒട്ടേറെ പരിചയവും രാഷ്ട്രീയത്തിൽ എല്ലാ മേഖലകളും കണ്ട് പരിചയിച്ച് ഒട്ടേറെ പൂർണ്ണചന്ദ്രന്മാരെയും കണ്ടിട്ട് വന്ന് ഇരിക്കുന്ന ഇരിപ്പാണിത്. അപ്പോൾ ഈ കടന്നു വന്ന വഴികളിൽ ഒട്ടേറെ പ്രതിസന്ധികളും ഒട്ടേറെ സംഘർഷങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടം. അത് പോലീസുമായിട്ട് ഒരു നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന പോലീസുകാരുമായിട്ടാണ്. പക്ഷേ ആ പോലീസുകാരൊക്കെ നമ്മുടെ ചങ്ങാതിമാരുമായി മാറാറുണ്ട്. അങ്ങ് ചെറുപ്പം തുടങ്ങി പൊതുരംഗത്തേക്ക് വന്നു, ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ആ വന്ന കാലഘട്ടം ഒന്ന് പിന്നിലേക്കൊന്ന് ഓർത്തു പറയാമോ? ഞാൻ തമാശ 20 എന്ന് പറയുമെങ്കിൽ 70 കഴിഞ്ഞു എന്ന് ആദ്യം അറിയട്ടെ. എൻ്റെ പൊതുപ്രവർത്തനത്തിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്ന്. എൻ്റെ മിസ്റ്റർ ദേവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഭയങ്കര സംഘർഷവും ടെൻഷനും ഒക്കെ ഉണ്ട്, ജനങ്ങളെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഞാൻ ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തകൻ ആഗ്രഹിച്ച ആളല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇങ്ങനെ എല്ലാത്തിനും ഇടപെടുന്ന ഒരാളാണ്. സമരം, ബസ് സമരം, ഇങ്ങനെയൊക്കെ പോവായിരുന്നു. അങ്ങനെ പോയി വന്ന് ഞാൻ ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെയാണ്. ഞാനൊരു ദിവസം അരുത്ത സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഞാൻ എൻ്റെ ഒരു 5-6 എപ്പോഴും കൊടുത്തുണ്ടെങ്കിൽ വരുമ്പോൾ ഇപ്പോൾ ഈരാറ്റുപേട്ട ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് മുൻവശം അരുത്ത പിള്ളയുടെ ചേർന്ന് അവിടെ മുതൽ ജിന്ന അണ്ണൻ എന്ന് പറയും, ജിന്ന മുഹമ്മദ് എന്ന് പറയുന്ന മകനാണ്. ജിന്ന അണ്ണൻ്റെ വീടിൻ്റെ അവിടം വരെയുള്ള ഭയങ്കര കയറ്റമാണ്. അപ്പോൾ അവിടെ ഒരു പമ്പുണ്ട്, അന്ന് പമ്പൊന്നുമില്ല. ആ കയറ്റം ഞാൻ അത്രയും വലിയ കയറ്റമാകും. അത് മുത്തുവാക്കാക്ക എന്ന് പറയുന്നൊരു കാക്ക, ചോട്ടുകാരനാണ്. പുള്ളി ഉന്തുവണ്ടിയിൽ ലോഡും വെച്ച് ഭരിക്കുക. പുള്ളി അതിൻ്റെ കയറ്റത്തിൻ്റെ 1/3 പുള്ളി തളർന്നുപോയി. കയറ്റാൻ പറ്റുന്നില്ല, അത്ര വലിയ വെയിറ്റാണ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാനിത് കണ്ടപ്പോഴത്തെ മുത്തുവാക്ക എനിക്കറിയാം. ഞാൻ കയറി അന്നേരം ഉന്താൻ കൂടി. ഇപ്പം എൻ്റെ കൂടത്തുള്ളവന്മാർ കൂടെ ആയിരിക്കും, അവന്മാർ കൂടി. ഞങ്ങൾ ഉന്തി മൂളെ കയറ്റി കൊടുത്തു. മുത്തുവാക്ക അത് കഴിച്ചു. എൻ്റെ മാനെ നീ എന്നെ സഹായിച്ചല്ലോ എന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാറാത്തൊരു കാര്യം.
ഞാൻ അന്ന് എന്തുകൊണ്ട് അത് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ദൈവം എന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എൻ്റെ മനസ്സ് എങ്ങോട്ട് പോകണം ദൈവം നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ഇത് കഴിഞ്ഞ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒന്നും ഒരു ഇരുത്ത കോളേജ് പഠിച്ച കാലമാണ്. അത് കഴിഞ്ഞ് തേവര കോളേജ് പഠിച്ചു. ഇവിടെ ഒന്നും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിരുന്നില്ല. ഞാൻ എറണാകുളത്ത് പഠിക്കുമ്പം രാഷ്ട്രീയത്തിലേക്ക് വന്നു, കേരള കോൺഗ്രസ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട KN ജോറി സാറായിരുന്നു ഇവിടുത്തെ MLA. അദ്ദേഹം ഈ ജോറി സാറുമായിട്ടുള്ള ബന്ധം വലുതായിരുന്നു. അദ്ദേഹം എൻ്റെ ഇച്ചായൻ്റെ ജ്യേഷ്ഠൻ്റെ കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. അവിടെ കിടന്നുള്ള ഇലക്ഷൻ നേരിടുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു പങ്കാക്ഷനാരും ഒരു ജോസഫ്, രണ്ടുപേരാണ് പുള്ളി വെള്ളം ചൂടുക്കാനും ഭക്ഷണം കൊടുക്കാനും വെച്ചിരിക്കുന്നത്, ഇച്ചായൻ തന്നെ വെച്ചിരിക്കുന്നത്. ഞാൻ അവരുടെ കൂടത്തിൽ പോയി, ജോലിക്കാരുടെ കൂടത്തിൽ. അപ്പോൾ ജോറി സാർ ഇരുന്ന് ഈവൻ അണ്ടർവെയർ ഇടുമ്പോൾ പോലും പുള്ളി കൂടത്ത് പോയിക്കുകയും ഞാനിന്ന് കൊച്ചല്ലേ. അങ്ങനെയുള്ള ബന്ധമാണ്. ഏതായാലും അങ്ങനെ കേരള കോൺഗ്രസ്സായി വന്നു. അങ്ങനെയും പക്ഷേ എന്നാലും ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും ആഗ്രഹിച്ചില്ല. കോളേജ് പഠിക്കുമ്പോഴും തേവര കോളേജ് പഠിക്കുമ്പോൾ ചോദിച്ചാൽ ഞാൻ PC ജോസഫായിരുന്നു ഞങ്ങളുടെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി എൻ്റെ ആക്റ്റീവ് വർക്കിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് PC ജോസഫ് ചെയർമാനായി. അന്നും എന്നെ സ്ഥാനാർത്ഥിയാൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ നോ എന്ന് പറഞ്ഞു. അവിടെ അന്ന് ആകെപ്പാടെ ഞാൻ ചെയ്ത സ്റ്റുഡൻറ്റ് പൂർ ഇൻവെൻറ്റ് ഉൾപ്പെടെ കൊടുക്കുന്ന ഒരു സോഷ്യൽ സർവീസ് ലീഗ് എന്ന് പറഞ്ഞുണ്ട്. അതിന് 13,000 രൂപ അന്ന് ഫണ്ടാണ്. യൂണിയൻ ഫണ്ട് 2,000 രൂപയാണ് ഉള്ളൂ, 3,000 അടുത്തുള്ളൂ. ഇതാണ് ഏറ്റവും കൂടുതൽ 13,000 രൂപ. ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് എതിരില്ലാതെ എന്നെ തിരഞ്ഞെടുത്ത് എല്ലാവരും കൂടെ. അങ്ങനെ ഒരു സ്ഥാനമല്ലാതെ ഞാൻ ഒരിക്കലും ഒന്നും അറിയില്ല. എല്ലാവരും പറഞ്ഞു. പക്ഷേ അത് മാന്യമായി ചെയ്ത് അന്നത്തെ ജോലി ഞാൻ ചെയ്തതിൻ്റെ വിശ്വാസാതിരിക്കട്ടെ. ഇത് കഴിഞ്ഞ് ഇവിടെ വന്ന് കേരള കോൺഗ്രസിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാവും. ആ സ്പ്ലിറ്റ് ഉണ്ടായി. PJ ജോസഫും KM മാണിയായിട്ട് സ്പ്ലിറ്റ്. ഈ പാലാ പൂഞ്ഞാർ തർക്കം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാലായി മാണി സാറെല്ലാം ഉണ്ട്, പൂഞ്ഞാലിൽ ഒന്നും ഇല്ല എന്നൊരു ഫീലിംഗ്. സത്യത്തിൽ മാണി സാറിനോട് പണിയെടുത്ത് കാര്യമുണ്ട്, പൂഞ്ഞാലിൽ MLA അടിച്ച മുതലല്ലേ. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ വിരോധം മാണി സാറിനോടായിരുന്നു. കാരണം ഞങ്ങൾക്കൊന്നും തരുന്നില്ല എന്ന്. പുള്ളിയെ കുറ്റമായിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പം ഇവിടെയുള്ള ആള് നടത്തണമല്ലോ. ജോറി സാർ മൂവാറ്റുപുഴക്കാരല്ല, അങ്ങനെ ഇവിടത്തേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് മൂവാറ്റുപുഴയായിരുന്നു. അത് സത്യമാണ്, നിഷേധിക്കണ്ട. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ജോസഫിലേക്ക് ഞാൻ ഈ TN ജേക്കബ് ആയിട്ട് നല്ല ബന്ധമാണ്. ജേക്കബ് തിരുവനന്തപുരത്തും ഞാൻ എറണാകുളത്തും പഠിക്കുക. ഞങ്ങൾ ഒരുമിച്ചാണെന്ന് KC രാഷ്ട്രീയം. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ജേക്കബ് കൂടെ വന്നപ്പോൾ P ജോസഫിൻ്റെ കൊടുത്ത് കൂടാൻ തീരുമാനം. അങ്ങനെ P ജോസഫിൻ്റെ പാർട്ടിയെ മാറി. അന്ന് ഇടതുപക്ഷത്താണ്. P ജോസഫ് ഇടതുപക്ഷതാണ്. അല്ല, P ജോസഫിൻ്റെ പാർട്ടി ഇടതുപക്ഷമല്ലായിരുന്നു. ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ജോസഫ് സ്പ്ലിറ്റ് ചെയ്ത് മാറുന്നത്. ജോസഫ് സ്പ്ലിറ്റ് ചെയ്ത് മാറിയിട്ട് ഉടനെ തന്നെ പുള്ളി ഒരു കാൽനട യാത്ര കോട്ടയം ജില്ലയിട്ടു, പാലാ മാണിയുടെ എന്ന നിലയിൽ. അപ്പോൾ അത് മുണ്ടക്കയത്തുന്ന കാൽനട യാത്ര. ആ കാൽനട യാത്ര ഒന്നിനും ജയിപ്പിക്കണമല്ലോ, നമ്മുടെ ഒരു കടമയാണല്ലോ. അങ്ങനെ അത് തന്നെയല്ല, പാലാ കടത്തി വിടുകയെന്ന് പാലായിൽ നിന്ന് പ്രഖ്യാപനം ഉണ്ടായി. എന്നാൽ കടന്നു പോകുന്ന നോക്കണം, എന്നാൽ ചെറുപ്പമല്ലേ, നോക്കിക്കളയാൻ തീരുമാനിച്ചു. ആവശ്യത്തിന് സംഘടിപ്പിച്ചു. എല്ലാ തയ്യാറെടുപ്പുകളും പോയി. അന്നാണ് ഞങ്ങൾ അലാക്കുളയൊക്കെ അടിച്ചു തീർത്തത്. ഇപ്പോഴും മറ്റേ കുറ്റബോധമുണ്ട്. ഒന്ന് ഒരു കുളമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത വരികളൊക്കെ അവിടെ കാണിച്ചു ഞങ്ങൾ. ഇത് പല വിരോധം അതെല്ലാവേ. അത് കഴിഞ്ഞ് കുറേ ഇലക്ഷനായി. സത്യത്തിൽ 3 കൊല്ലമായുള്ളൂ. അച്യുതൻ്റെ ഗവൺമെൻറ് ആയിരുന്നു. 3 കൊല്ലം കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന ആർക്കും പ്രതീക്ഷയില്ലല്ലോ. ഗവൺമെൻറ് പിരിച്ചുവിട്ട് ഇലക്ഷനിലേക്ക് വന്നു 80-ൽ. അപ്പം എന്നെ സ്ഥാനാർത്ഥിയൊക്കെ പാർട്ടി തന്നെ ഞാനില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞു. അന്ന് ജോസഫിന് മുന്നണി K കരുണാകരനും മുസ്ലിം ലീഗും ജോസഫും മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ആന്റണി ബാലകൃഷ്ണൻ അപ്പറേ അന്ന് എന്നെ പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പും ആന്റി കോൺഗ്രസ് ഉൾപ്പെട്ട ഇപ്പോഴത്തെ ഇടതുപക്ഷം കൂടെ ചേർന്ന വലിയ മെഗാ മുന്നണിയാണ് അവിടെ. അതിനെതിരായിട്ടാണ് ഫൈറ്റ്. കരുണാകരൻ മാത്രം ഇപ്പറേ. അപ്പം രാത്രി ദിവസം പാതിരായിക്ക് ഒരു 2 മണിയായപ്പോൾ ജോസഫ് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് വിളിച്ചേപ്പിച്ചു. എല്ലാം അടിച്ച് ഞാൻ ചാടിയേറ്റ് വന്ന് P ജോസഫ് ഇതൊന്ന് പിടിച്ചേ പറയുമ്പോൾ ഇങ്ങനെ കൈ കാണിച്ചു. ഞാൻ എന്നാന്നറിയാൻ കൈ നീട്ടി നോക്കിയപ്പോൾ ഇച്ചിരി രൂപയാണ്. ഞാനൊന്നും മിണ്ടിയില്ല. നോമിനേഷൻ കൊടുക്കണമെന്ന് വെച്ചാൽ പുള്ളി വണ്ടി കയറി സാധനം ഞാനിങ്ങനെ ചിരിച്ചോണ്ട് ഞാൻ അപ്പോൾ ഈ രൂപ എണ്ണി നോക്കി 3,000 രൂപ ഉണ്ട്. ചിരിച്ചു പോയി ഞാൻ എന്നാ ചെയ്യുന്നത്. അന്നത്തെ 3,000 3 ലക്ഷം എന്ന് പാട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചത് എന്നാ ചെയ്യുന്നത്. അപ്പം അപ്പൻ ഇങ്ങനെ ജനൽ തുറക്കുന്ന സമയം അപ്പൻ കണ്ടുകൊണ്ടിരിക്കാന്നൊക്കെ. അപ്പം ജനലിനകത്ത് അപ്പം കയറി കിടക്കടാ എന്ന് പറഞ്ഞു. ഞാൻ മിണ്ടായി കയറി കിടന്നു. കഴിഞ്ഞ് ഒരു 5:30 ആയി കഴിയുമ്പോൾ 6 ഇരുട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അപ്പം വന്ന് എന്നെ വിളിച്ചു ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി വന്നു. അപ്പോൾ ഒരു വീടിൻ്റെ
തറവാടാ കാണുന്നു മോളെ കാണുന്നു. അവന് നടക്ക് മുറി ഒരു ഗ്രൂപ്പ് തിരുഹൃദയത്തിൻ്റെ പടമാണ്. എന്നെ പിന്നെ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഇവിടെ നിൻ്റെ നേതാവ് നിൽക്കാൻ പറഞ്ഞ് നിന്നോളുക, ഇനി മാറ്റം വരുത്തണ്ട, ഞാൻ പറയുന്ന പോലെ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ സത്യം ചെയ്തു. അതായത് ഒരു പൈസ പോലും ഈ കുടുംബത്തിലേക്ക് രാഷ്ട്രീയമായി പ്രവർത്തനപരമായി കൊണ്ടുവരില്ല എന്ന് ദൈവത്തെ പഠിച്ച് സത്യം ചെയ്യാമെന്ന് സത്യം ചെയ്തു. അപ്പം മടി നിർത്തി 10,000 രൂപ വന്നേനെ. അതുകൊണ്ട് ഇന്നും അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുടെ പട്ടികയിൽ PC ജോർജിന്റെ പേരില്ല. ഉണ്ടാകില്ല, ഇനിയും ഉണ്ടാകില്ല, പേടിക്കണ്ട. ഞാൻ എന്നിട്ട് അവിടെ എന്നിട്ട് ഞാൻ കയറിപ്പോയി. ഇലക്ഷനിലേക്ക് പോയില്ലേ, മാർക്കുള്ളൂ. അങ്ങനെയാണ് ഇലക്ഷനിലേക്ക് പോയത്. അന്ന് ഇലക്ഷൻ ഇത്രയും വലിയ സിറ്റിംഗ് MLAക്കെതിരാണ്. സിറ്റിംഗ് MLAയുടെ ഭൂരിപക്ഷം 14,705. അങ്ങേർക്ക് ആ മുന്നണി നിന്ന് ആ മുന്നണിക്കെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഞാൻ കൊച്ചു പയ്യൻ, മനസ്സിലാക്കിക്കോളും. പക്ഷേ ഞാൻ ഇലക്ഷൻ വോട്ട് പിടിക്കാൻ ഇറങ്ങിയപ്പോൾ കേട്ടോ, മുഴുവൻ ജനങ്ങളുടെ പിന്തുണയായിരുന്നു. 1161 വോട്ടിന് ഞാൻ ജയിച്ചു. വോട്ടെണ്ണി എനിക്ക് അത്ഭുതമായിരുന്നു. അന്ന് എൻ്റെ പഞ്ചായത്ത് ഈരാറ്റുപേട്ടയായിരുന്നു. ഇപ്പം ഞാൻ തന്നെ മുനിസിപ്പാലിറ്റി, ഈരാറ്റ് മുനിസിപ്പാലിറ്റിയാണ്. അന്ന് ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമൂഹത്തിനകത്ത് അന്ന് 1710 വോട്ട് ലീഡ് കിട്ടി ഈരാറ്റുപേട്ടയിൽ മാത്രം. അത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഈരാറ്റുപേട്ട മുസ്ലിങ്ങളോടുള്ള നന്ദി എത്ര അന്ന് പോലെ ഉണ്ട്, ഇന്നും നന്ദിയുണ്ട് ഉറപ്പായിട്ട്. അന്ന് ജനസംഖ്യ വളരെ കുറവാണ് കാലഘട്ടം. അത് പക്ഷേ അന്നത്തെ ഇപ്പോഴും ഓർക്കണം. അന്ന് ആകെ ഇലക്ഷൻ ചിലവ് 2,10,000 രൂപ. ഒരു പൈസ പിരിക്കരുതെന്ന് അപ്പനെ നിർദ്ദേശമായിരുന്നു. അപ്പം തന്നെ മുഴുവൻ തന്നു. അതിന് 2082 വീണ്ടും ഇലക്ഷനായി. അന്ന് ഞങ്ങൾ 85 ഞങ്ങൾ ആകെ 47 പേരുള്ള കരുണാകരൻ്റെ കൂട്ടത്തിൽ. ഞങ്ങൾ ജോസഫും ഞങ്ങളെല്ലാം കൂടെ 47 പേരുള്ളൂ, ലീഗ് ഉൾപ്പെടെ. 82 ആയപ്പോഴത്തേക്കിന് ഇലക്ഷനായി. അന്ന് നല്ല ഫൈറ്റായി. എനിക്ക് 10,000 വോട്ടിന് ഭൂരിപക്ഷം ജയിക്കാൻ പറ്റും. അത് ഞാൻ ഇപ്പോൾ ആകെ 9 ഇലക്ഷൻ ഞാൻ നിന്നു. 7 ജയിച്ചു, 2 തോറ്റു. അതിൽ ഓരോ ഇലക്ഷൻ 2016. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമില്ലാതെ കോൺഗ്രസ് പോലെ കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രം, പ്യുവർ സ്വതന്ത്രം. ഇവിടെ എല്ലാവരുമായിട്ട് മത്സരമായിരുന്നു. മത്സരം വന്നു. 27,800 ചില്ലാൻ വോട്ടിന് 28,000 വോട്ടിന് ജയിച്ചു ഒറ്റയ്ക്ക് 2016. പിന്നെ ഈ 21 തോറ്റു എന്ന് പറഞ്ഞാൽ അത് ചിരിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈരാറ്റുപേട്ടയിലെ ചില മുസ്ലിം സമൂഹത്തിനിടയിൽ ഞാൻ മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ള പ്രചരണം വ്യാപകമാക്കി. അതൊക്കെ വേറെ ചില കളിയുടെ പറഞ്ഞു. അതിലേക്കൊന്നും ഇനി അതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അടിച്ചങ്ങേപ്പിച്ചു. ഞാൻ അറിഞ്ഞില്ല. അത് തന്നെയല്ല, അത് അങ്ങനെ പറഞ്ഞാലും വിശ്വസിക്കില്ല. കാരണം ഈരാറ്റുപേട്ടയാക്കിയാണ്. ഈരാറ്റുപേട്ടയുള്ള എല്ലാ പൊതുസ്ഥലം, ട്രഷറി ഉൾപ്പെടെ, പോലീസ് സർക്കിൾ ഓഫീസ് ഉൾപ്പെടെ, കോടതി ഉൾപ്പെടെ, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഉൾപ്പെടെ എല്ലാ വില്ലേജ് ഓഫീസ് പോലും ഞാൻ ഉണ്ടാക്കിയതാണ്. തീർച്ചയായിട്ടും. ഈരാറ്റുപേട്ട വില്ലേജ് പോലും ഇല്ലെന്ന്. ഞാൻ MLA ആവും. ഞാൻ വന്നു കഴിഞ്ഞ് 82 മുമ്പാണ് വില്ലേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം ഉണ്ടാക്കി ഞാനെന്നതിൽ ബ്ലോക്ക് ഓഫീസ് എല്ലാം നമ്മുടേതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈരാറ്റുപേട്ടക്കാർ വിശ്വസിക്കുന്നില്ല എന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ട്. ആ തെറ്റിദ്ധാരണയാണ് കുഴപ്പം. ഒപ്പം ഉണ്ടാവും എന്നൊരു വിശ്വാസം. ആ വിശ്വാസത്തിന് കളങ്ങും. അത് മുസ്ലിം കമ്മ്യൂണിറ്റി N ബ്ലോക്ക് അപ്പുറം വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ തോറ്റത്. പക്ഷേ അന്നേരം വർഗീയതയില്ല. ഈ മുസ്ലിം കമ്മ്യൂണിറ്റി വർഗീയമായി തന്നെ അങ്ങ് തകർത്തപ്പോൾ ക്രിസ്ത്യാനികൾ ചിന്തിച്ചില്ല, ഹിന്ദുക്കളും ചിന്തിച്ചില്ല. പക്ഷേ ഹിന്ദുക്കൾ വോട്ട് ചെയ്തു കേട്ടോ. ഇവിടെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്ത്യാനി മൂന്ന് ക്രിസ്ത്യാനിയായിട്ട് 3ആയിട്ടാണ് പോയി. അവരാരെയും കുറ്റപ്പെടുത്തില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വന്നു. പക്ഷെ എനിക്കത് ദുഃഖമൊന്നുമില്ല. ഒന്ന് തോറ്റത് നന്നായി. എന്നാലും ഭയങ്കര മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായില്ലേ? ഇത്രയും ഈ നാടിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു. അതെ, എനിക്ക് പറയാനുള്ളത്. ഞാൻ അത് കേട്ടോ, ഉള്ളിൻ്റെ ഉള്ളിലൊരു ദുഃഖം. മിസ്റ്റർ ലാൽ, ആ ചോദ്യത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ അത് പാടില്ല. അങ്ങനെ ദുഃഖത്തിന് കാര്യമില്ല. നാളിതുവരായി ജനങ്ങളുടെ സംഭാവനയാണ് നമ്മുടെ വിജയം. ആ വിജയത്തിന് നന്ദി പറയുന്നതിന് പകരം ഒരു തവണ തോൽപ്പിച്ചു പോകണം തെറി പറയുന്നത് എന്നാ അർത്ഥം? അപ്പം നാളിതുവരായി ചെയ്ത് നല്ല കാര്യത്തൊന്നും ഒരു നന്ദിയില്ല. ഒരു തവണ തോൽപ്പിച്ചപ്പോൾ കുറ്റം പറയും. അത് എന്താ അർത്ഥം? ഞാനതുകൊണ്ട് ഒരിക്കലും തോറ്റു എന്നതിൻ്റെ ഒരു കുറ്റം പറയാനില്ല. എനിക്ക് ജനങ്ങളോട് നന്ദി മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും ഈരാറ്റുപേട്ട മുസ്ലിം സമുദായത്തോട് പോലും എനിക്ക് തർക്കം ഉണ്ടായിട്ടില്ല. ഇപ്പം ജനത്തെ കടുപ്പിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരുത്തൻ ഇയാളെ ചീത്ത വിളിച്ചു, മുസ്ലിം ലീഗിൽ ഒരുത്ത ചാനലിനകത്ത്. അവനെ തന്തയ്ക്ക് ഉൾപ്പെടെ ഞാൻ വിളിച്ചു. ഞാൻ മനസ്സിലായില്ലേ? അവൻ എൻ്റെ ഞാനൊരു അതും കൂടെ പറയാം, തമാശ മനസ്സിലാവും. പാലോളി മോമ്മൂട്ടി എന്ന് പറയുന്ന സഖാവ് ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ ഈ ഇത്തവണത്തെ CPM ജില്ലാ
സമ്മേളനത്തിൽ വന്നപ്പം പ്രസംഗിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി വാദിച്ചത് മലപ്പുറമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു തർക്കപ്രശ്നമായി. അപ്പം ഞാനത് ചാനൽ ചെന്ന് ക്ലിയർ ചെയ്തു. അതായത് മലപ്പുറം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാറ്റം എന്താണെന്ന് വെച്ചാൽ അന്ന് മലപ്പുറം ഇല്ല. അതെ, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കും മലപ്പുറം ഇല്ല. ആ മലപ്പുറത്തിന് പകരം അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാവണം. ആ മലപ്പുറം ഉൾപ്പെട്ട മേഖലയാണ് അന്ന് മലപ്പുറം എന്ന് പേരില്ല, പിന്നീടല്ലേ മലപ്പുറം ഉണ്ടായത്. മലപ്പുറം ജില്ല വന്ന് EMS വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ അത് മലപ്പുറം ജില്ല ഇല്ല, അന്ന് മലപ്പുറം അല്ല മദ്രാസ് പ്രസിഡൻസിൻ്റെ ഭാഗമാണ്. അന്ന് അവിടുന്ന് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ മദ്രാസിൻ്റെ അല്ലേ മുസ്ലിം മാത്രമുള്ള മേഖലയിൽ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് മുസ്ലിങ്ങൾ മാത്രം വോട്ടവകാശം. ഈ ദ്വയാംഗ മണ്ഡലമാണ്, ജനറൽ ഇലക്ഷനുണ്ട്. ആ ദ്വയാംഗ മണ്ഡലത്തിൽ ഒരു മുസ്ലിം മാത്രം വോട്ടവകാശം. അങ്ങനെ കാലഘട്ടം 45 അവിടെ നിന്ന് ജയിച്ച ആളാണ് ആദ്യമായി ഒരു മുസ്ലിം രാഷ്ട്രം എന്ന് ആവശ്യപ്പെട്ടത്. അത് പാലോളി മുട്ടി മുഹമ്മദ് പറഞ്ഞ് സ്ഥലത്തിൻ്റെ പേര് വ്യത്യാസം ഇപ്പം ആ സ്ഥലം തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ ലീഗിൻ്റെ ഒരു പ്രതി അതിനകത്തിരിക്കുക. അവൻ ഇത് കൂടെ തന്തയ്ക്ക് പറക്കാത്തനം പറയുന്നത് എന്നോട്. അവൻ്റെ വാപ്പാടെ പ്രായമുള്ളവനെയാണ്. എന്നെ അവൻ ചെറിയ തന്തയ്ക്ക് പറക്കാത്തനം പറയുമെന്ന് പറഞ്ഞ് എനിക്കവനെ ബോധമില്ല. ഞാൻ ഇപ്പം കയറാൻ പറഞ്ഞവനെന്ന് പറഞ്ഞ് എനിക്ക് വായി വന്ന് തന്തയ്ക്ക് മുഴുവൻ വിളിച്ചു. ആ കൂട്ടത്തിൽ ഇവൻ മുസ്ലിമല്ലേ, മുസ്ലിമിൻ്റെ രണ്ട് കയറി മുസ്ലിമിനെയും പറഞ്ഞു. ഇതാ ഉണ്ടായത്. അല്ലാതെ മുസ്ലിം വിരോധം അങ്ങനെയൊന്നും എനിക്കില്ല. അങ്ങനെ എന്നെ തന്തയ്ക്ക് പറയാമെന്ന് വെച്ചാൽ അവനെ അടിയില്ല കൂടെ എൻ്റെ അടുത്താണ് അടിച്ചത്. ഞങ്ങൾക്ക് ഒരു സംശയം വന്നു. ഇതാണ് തർക്കപ്രശ്നം. അല്ലാതെ ഞാനല്ലാതെ മുസ്ലിമിനെ അപമാനിക്കാൻ പോയത് എനിക്കെന്താ കാര്യം? ഇടതുപക്ഷത്തിനൊപ്പം സഞ്ചരിച്ചു, അതുപോലെ തന്നെ UDF-നൊപ്പം ഏറെ നാൾ സഞ്ചരിച്ചു. അതിനിടയ്ക്ക് ചീഫ് വിപ്പായി നിയമസഭയിൽ നിരവധി തവണ MLA ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം NDA സഖ്യത്തിനോടൊപ്പം സഞ്ചരിക്കുന്നു. ഇതിൽ ഒരു സഖ്യത്തിൽ നിന്ന് മറുസഖ്യത്തിലേക്ക് മാറുമ്പോൾ അതിനുശേഷം അവരെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, എന്തൊരു ഫീല്? ഒരു ഫീലിംഗ് പറയാം. അതായത് ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നമ്മളെ. ഇപ്പോൾ LDF-ൽ നിന്ന് പറയുന്നത് ഞാൻ VS-ൻ്റെ ഭാഗമാണെന്നും പറഞ്ഞു ഭയങ്കര ആക്രമണം. പാവം VS എന്നെ മന്ത്രിയാക്കാൻ VS ഒത്തിരി ശ്രമിച്ചല്ലോ. ഞാൻ അങ്ങോട്ട് കയറി വേണ്ടെന്ന് പറയേണ്ടി വന്നു. അല്ലെ VS അന്ന് തന്നെ കേരള രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായത്. ഞാൻ അങ്ങയുടെ വീട്ടിൽ ചെന്ന് അങ്ങയുടെ മകനോട് അരുണിനോട് ഞാൻ പറയും, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങ് ഒരിക്കലും വേണ്ട എന്നെ മന്ത്രിയാക്കാൻ നോക്കണ്ടെന്ന് പറയും. ഞാനില്ല, പ്രശ്നം തീർന്നു. അങ്ങനെ ഇടതുപക്ഷത്തു നിന്ന് പോരേണ്ടി വന്നു. കാരണം ഇങ്ങനെ VS പക്ഷക്കാരെന്നുള്ള പിണറായിയായിട്ട്. എന്നാൽ പിണറായി, ഞാൻ ഒരു കാര്യം സത്യം പറയാം, പിണറായി സ്നേഹമാണ് ഇതുപോലെ സ്നേഹിക്കുന്ന മനുഷ്യൻ ലോകത്തില്ല. ഞാനോട് ഭയങ്കര അടുപ്പമായിരുന്നു. അങ്ങനെ അടുപ്പമായിട്ട് പിണറായിട്ട് ഇരിക്കുന്ന കാലത്ത് ഈ VS പ്രതിപക്ഷ നേതാവായിട്ട് വന്നു. അന്ന് CPM സെക്രട്ടറി ആയിട്ട് പിണറായിയാണ്. അപ്പം വാർത്ത സൃഷ്ടിക്കപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് അല്ലാതെ പാർട്ടി സെക്രട്ടറി അല്ലല്ലോ. അപ്പം മൂന്നാറിലെ ഇഷ്യൂ, മതികെട്ടാമര, അതുപോലെ പീരുമടി ഇഷ്യൂ, ഒരു 9ാം ക്ലാസ്സുകാരി പെൺകുഞ്ഞ് ആത്മഹത്യ, ഇതിനൊക്കെ PS-നെ വിളിച്ചുകൊണ്ട് ഞാൻ പോകും. ആ ചാനലും പത്രങ്ങളും മുഴുവൻ എപ്പോഴും നിറഞ്ഞ് VS-ഉം PC-യുമായി. ഞാൻ അതിനകത്ത് ഈ CPM-നകത്ത് ഇങ്ങനെ ഗ്രൂപ്പൊന്നും അറിഞ്ഞില്ല കേട്ടോ. അല്ലെ എപ്പോഴും പോയി ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. അത് പിണറായിക്കാണ് വൈകാക്കി മാറി. അങ്ങനെ കുറ്റം പറയുന്നില്ല, ഞാനത് സാഹചര്യമാണ്. അങ്ങനെയാണ് LDF ഞാൻ പോരേണ്ടി വന്നത്. ഒരു സുപ്രഭാതത്തിൽ LDF പാർട്ടിക്കകത്ത് സ്പ്ലിറ്റ്, നമ്മുടെ സ്പ്ലിറ്റൊന്നും ആരും പോയില്ല. പിന്നെ പിന്നെ എന്നെ സ്പ്ലിറ്റ് എന്നെ പുറത്താക്കാൻ വേണ്ടി കണ്ട ഒരു വേലയായിരുന്നു പിണറായിയുടെ. ഞാൻ മനസ്സിൽ പുറത്താക്കാൻ വന്നു. അതിന് UDF-ലായിരുന്നു. UDF-ൽ ഞാൻ ഒരു കാര്യം പറയും, UDF-ൽ ആർക്കും എന്തും പറയാം, ആരും ചോദ്യം ചെയ്യാനൊന്നുമില്ല. കാരണം അതൊരു ഒരു 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 സാമ്പാർ മാതിരിയാണ്. അതിനകത്ത് ഏത് കഷ്ണവും വീഴും. ഏത്തക്കായ വേണമെങ്കിടാം, പാളങ്കടം പഴം വേണമെങ്കിടാം, അല്ലെങ്കിൽ വേറെ വഴുതിനങ്ങ ഇടാം, എന്നത് ഇടാമല്ലോ. അതുപോലെ UDF എന്ന് പറയുന്നത് ആർക്ക് എന്തും പറയാവുന്ന ഒരു നിലയാണ്, നിയന്ത്രണമില്ലാതെ പോയി. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഇപ്പോൾ നമ്മൾ അങ്ങ് K. കരുണാകരനൊപ്പം നല്ല മനുഷ്യൻ, അതും K. കരുണാകരൻ 4 മുഖ്യമന്ത്രിമാരെ ഞാൻ എടുക്കുകയാണെ. കേരളത്തിലെ ശ്രദ്ധേയരായ 4 മുഖ്യമന്ത്രിമാർ K. കരുണാകരൻ, EK നായനാർ, ഉമ്മൻചാണ്ടി, ഇവർ 3 പേരും കടന്നുപോയി. VS അച്യുതാനന്ദൻ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു ഇവരെ 4 ആളെയും? ഉള്ള യഥാർത്ഥ സത്യം പറയാം, കേരളം കണ്ട അതിപ്രഗത്ഭനായ ഭരണാധികാരി എന്ന് പറയുന്നത് K. കരുണാകരനാണ്. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. കേരളം കണ്ട ഏറ്റവും സ്നേഹവും തമാശയും സൗഹൃദമുള്ള മുഖ്യമന്ത്രി EK നായനാറാണ്.
കേരളം കണ്ട അതിപ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് വി സച്ചിദാനന്ദനാണ്. അദ്ദേഹം ഒരു ഭരണാധികാരിയല്ല, പക്ഷെ പ്രതിപക്ഷ നേതാവ്. ഇതാണ് ഈ 4 പേരത്തെ പിന്നുള്ള എൻ്റെ അഭിപ്രായം. ഈ 4 പേരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് വി എസുമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം. പേഴ്സണൽ വലിയ സ്നേഹം. പുള്ളി എന്നെ ഒരു മകനെ പോലെ കണ്ടിരുന്നു. ഭയങ്കരമായ സ്നേഹമായിരുന്നു. ഭയങ്കര സ്നേഹം. അതുപോലെ കരുണാകരൻ വ്യക്തിയോട് എനിക്ക് അത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ അതുപോലത്തെ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിക്കുന്ന പോലും ദൈവാനുഗ്രഹം എന്ന് കരുതുന്നവരെ. ഇതിന് സംശയമുണ്ട്, കരുണാകരനെ പോലെ ഒരു ഭരണാധികാരി കേരളം ഉണ്ടായിട്ടില്ല. പിന്നെ ദൗർബല്യങ്ങളില്ലാത്തവനില്ല, അത്ര ഞാൻ പറയുന്നു. എൻ്റെ നിയമം എൻ്റെ കൊണ്ട് ഐശ്വര്യം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്, ഉഷയാണ്. എന്താണെന്ന് വെച്ചാൽ അവൾ ഇന്ന് വരെ ഒരു പരുവവും പറയാറില്ല. നിങ്ങളുടെ മകനും എൻ്റെ മകളുമായിട്ട് സ്നേഹത്തിലാണ്. കല്യാണം കഴിക്കാനാണെങ്കിൽ ഉടനെ കഴിക്കാം. ആ കാര്യത്തിൽ അപ്പൻ്റെ ഇടപെടൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 അപ്പന്മാരും കൂടി ചർച്ചയാണ്. നമ്മളോട് അത്രയും സ്നേഹമുള്ള അല്ലെങ്കിൽ പത്രപ്പുറത്ത് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. അവരിവിടെ നിന്ന് സത്യം കണ്ടെത്തില്ല. നമ്മൾ മോശം എന്തിനാ കാണിക്കുന്നു? പ്രത്യേകിച്ച് BJP എന്ന് പറയുമ്പോൾ ഹിന്ദു വർഗീയവാദികളുടെ പാർട്ടിയാണെന്ന് ഉള്ള തെറ്റിദ്ധാരണ അടിച്ചേൽപ്പിച്ച് മനുഷ്യരെ കളിപ്പിച്ചുകൊണ്ടല്ലേ പോകുന്നത്. ഇത് മാറ്റേണ്ട ആവശ്യമല്ലേ? ഒരു സംശയമുണ്ട്, ഒരു 30-ന് മുകളിൽ സീറ്റ് ഞങ്ങൾ പിടിക്കും. നോക്കിയോ, 30-ന് മുകളിൽ ധൈര്യമായിട്ട് ഇതും പറയാനില്ല. ഗതികേടിമാരുടെ കോൺഗ്രസിൻ്റെ വട്ടപൂജ്യം 70 ഒരെണ്ണം മേടിക്കണ്ടേ? ഈ വിവരം കേട്ടന്മാരെ പറ്റി എന്നാ പറയാൻ? അങ്ങനെ ഒരു വാക്ക് എന്നോട് ക്ഷമിക്കണം. ഞാൻ ചോദിക്കട്ടെ, സീതാദേവി ജനിച്ച നാട് അത് എപ്പോഴാണ് ഈ വക്കം ഉണ്ടായി? 7000 കൊല്ലം പോലത്തെ ചരിത്രമാണ് സീതയുടെയും ശ്രീരാമൻ്റെയും. ആ ഭൂമി വക്കം വന്നപ്പോൾ ഇവനൊക്കെ എന്നെ തല്ലിക്കൊന്ന് ആരും നോക്കുന്നുണ്ട്. അതിനെ ഞാൻ അയച്ച ചട്ടമ്പിയാ. ഞാൻ എതിർക്കുന്നില്ല. ചട്ടമ്പികളെടുത്ത് ചട്ടമ്പി, മാന്യന്മാരെടുത്ത് മാന്യൻ. കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഹോട്ടലുകൾ, വെഹിക്കിൾസ്, ഇന്ത്യയിലും വിദേശത്തും തെരഞ്ഞെടുക്കാനായി ഒട്ടനവധി ടൂർ പ്ലാനുകൾ. മികച്ച സേവനത്തോടൊപ്പം മിതമായ നിരക്കും ഉറപ്പു നൽകിക്കൊണ്ട് റോയൽ കേരള ഹോളിഡേയ്സ് നിങ്ങൾക്കരികിലുണ്ട്. ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. ഫോൺ നമ്പർ 9074498578.